ഒരു കാര്യം നേരിട്ട് പറയാനുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത്, ഒരു എം പിയുടെ ചില പരിധികളുണ്ട്. നമ്മുടെ സംസ്ഥാന ഭരണം വേറെ ഒരു പാർട്ടിയുടെ കയ്യിലാണോ, നമ്മുടെ കേന്ദ്ര ഭരണം വേറെ പാർട്ടിയുടെ കയ്യിലാണോ, അതിനെ അനുസരിച്ചിട്ടാണ് എം പിക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുക. എം പിയുടെ ജോലി ഇവിടെയല്ല. ഇവിടുത്തെ പാത നന്നാക്കലോ നമ്മളുടെ സംസ്ഥാന സർക്കാർ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഏത് എം പിക്കും ചെയ്യാൻ സാധിക്കും. ഞാൻ ഇന്നലെ സാമൂഹ്യ മാധ്യമത്തിൽ കണ്ടു, ഒരു വോട്ടർ പറയുന്നു, എൻ്റെ ഒരു എതിരാളി സ്ഥാനാർത്ഥിക്ക് ഞാൻ 7 ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റിന് വോട്ട് കൊടുത്തു, പക്ഷേ ഈ തവണ ഞാൻ നിങ്ങൾക്ക് വോട്ട് തരാൻ പോവാണ്, കാരണം എനിക്ക് കുറേ മാസങ്ങളായിട്ട് പെൻഷൻ കിട്ടിയില്ല. സത്യം ഇതാണ്, ആ എം പിക്ക് ഒരു കാര്യം ചെയ്യാൻ സാധിക്കില്ല. ഒരു പെൻഷന് സംസ്ഥാന സർക്കാർ മാറേണ്ടി വരും. അത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തമാണ്. ഇതെപ്പോഴും ജനങ്ങൾക്ക് ചിലപ്പോൾ ബോധ്യപ്പെടുത്താൻ ഒരു വെല്ലുവിളിയാണ്. എം പിമാരുടെ ജോലി എവിടെയാണ്? ഡൽഹിയിലാണ്. എം പി തിരഞ്ഞെടുപ്പ് എന്തിനാണ്? നമ്മളുടെ ഭാരതം ആരാ ഭരിക്കാൻ പോകുന്നത് തീരുമാനിക്കാനാണ്. അതുമാത്രമല്ല, ആ തീരുമാനം വന്ന ശേഷം അവിടെ തിരുവനന്തപുരത്തിൻ്റെ ശബ്ദം കേൾപ്പിക്കാനും തിരുവനന്തപുരത്തിൻ്റെ ഓരോരോ ആവശ്യങ്ങൾക്ക് വേണ്ടി കേന്ദ്രത്തിൽ വാദിക്കാനും. പക്ഷേ എം പി ഫണ്ട് വലിയ തുകയല്ല. ഒരു എം പിക്ക് ഒരു വർഷത്തിൽ 5 കോടി കിട്ടും. അതിനെ 7 നിയോജക മണ്ഡലത്തിൽ വിതരണം ചെയ്യണം. അതിൽ 25% SC ST പ്രോജക്ട്സിന് മാത്രമേ പാടുള്ളൂ. അപ്പോൾ അവസാനത്തിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ 3.5 കോടി ഒരു വർഷം ജനറൽ എക്സ്പെൻഡിച്ചറിനുണ്ട്. അതിനെ 7 പങ്കെടുത്താൽ ഓരോരോ നിയോജക മണ്ഡലത്തിൽ 50 ലക്ഷമേ ഉള്ളൂ. നേരെ മറിച്ച് ഒരേ നിയോജക മണ്ഡലത്തിൽ എം പിക്ക് 50 ലക്ഷമുള്ള സ്ഥലത്തിൽ ഒരു MLAക്ക് 6 കോടിയാണ് ഉള്ളത്. കേരള ഓരോ സംസ്ഥാനത്തിൻ്റെ എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. പക്ഷേ കേരളത്തിൽ MLAക്ക് 6 കോടിയുണ്ട്. എന്നാലും MLAമാരെന്ന് പറയും, അയ്യോ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കില്ല, എം പിയോട് പോയി ചോദിച്ചോളൂ. അപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. MLA ഇനി കാശ് വലുതല്ലേ എം പി, എന്തുകൊണ്ടാണ് എം പിക്ക് ഇനി കാശില്ലാത്ത? ഇല്ല, നമ്മൾ ആ സർക്കാർമാരെ ആവശ്യപ്പെടാനേ സാധിക്കില്ല. വികസനം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ജനങ്ങളുടെ ജീവിതത്തെ നന്നാക്കണം. അതിന് നമ്മൾക്ക് ആദ്യം ഓഫ് കോഴ്സ് ഈ തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ഭരിക്കുന്ന BJP സർക്കാരിനെ ഡൽഹിയിൽ നിന്ന് പുറത്താക്കി ഞങ്ങളുടെ ഭരണം വന്നിട്ട് ഞങ്ങൾ ചില കാര്യങ്ങൾ ആത്മാർത്ഥതയോടെ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അനുഭവവും കഴിവും ഒക്കെ നമുക്കുണ്ട്. അതിൻ്റെ ഒപ്പം 2 വർഷം കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ സംസ്ഥാന സർക്കാരിന് ഒരു മാറ്റം കൊണ്ടുവരാൻ ശ്രമിക്കും. പക്ഷേ അഥവാ അതോ നടന്നിട്ടില്ലെങ്കിൽ എം പിക്ക് ജോലി ചെയ്യണം. ആ ജോലിയിൽ നമ്മളുടെ സങ്കല്പം കണ്ട് സംസാരിക്കാൻ സാധിച്ചാൽ കൂടി യാഥാർത്ഥ്യമാക്കാനുള്ള ചില കാര്യങ്ങൾ ഒരു എം പിയുടെ പരിധിരകത്തെ സാധിക്കുള്ളൂ. എനിക്ക് വിദ്യാഭ്യാസ മേഖലയിൽ പല വ്യത്യാസങ്ങൾ അവിടെ കാണാൻ ആഗ്രഹമുണ്ട്. ഞാൻ കുറേ വർഷങ്ങളായിട്ട് പ്രഭാഷണം ചെയ്ത്, നിങ്ങൾ യൂട്യൂബിൽ കണ്ടാൽ മതി എൻ്റെ ഓരോരോ കാര്യങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ മാറ്റം കൊണ്ടുവരാൻ. പക്ഷേ സംസ്ഥാന സർക്കാരിൻ്റെ ഭരണം കിട്ടിയാലേ അത് ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് അതൊരു എം പിക്ക് ചെയ്യാൻ സാധിക്കില്ല. എം പിക്ക് ഇവിടെ വന്നിട്ട് കേരള സബ്ജക്റ്റീവ് എഡ്യൂക്കേഷനിൽ ഇവിടെ മാറ്റം കൊണ്ടുവരാൻ ഏത് എം പിക്കും സാധിക്കില്ല എന്ന് പറഞ്ഞാലും, കാരണം അത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എൻ്റെ ആദ്യത്തെ ടേമിൽ എൻ്റെ പാർട്ടിയുടെ ഭരണം തന്നെയായിരുന്നു. ഞാൻ അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കുന്നു, എനിക്ക് തിരുവനന്തപുരത്തിന് വേണ്ടി പല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. ഉദാഹരണമാണെങ്കിൽ 11 സ്ഥാപനങ്ങൾ, ഇപ്പോൾ ഞാൻ ശ്രീ ജ്യോതിസാറിനോടൊപ്പം സംസാരിക്കായിരുന്നു, ഞാൻ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ 11 സ്ഥാപനങ്ങൾ ഇവിടെ എത്തിച്ചു. CBSE റീജിയണൽ ഓഫീസ്, IICT റീജിയണൽ ഓഫീസ് അടക്കമായിട്ട് ഓരോരോ സ്ഥാപനങ്ങളെ തിരുവനന്തപുരത്ത് സ്ഥാപിക്കാൻ സാധിച്ചു. കാരണം എനിക്ക് അവകാശമുണ്ടായിരുന്നു. അതുപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാസർഗോഡ് ഞാൻ നിർബന്ധിച്ചൊരു ക്യാപിറ്റൽ ക്യാമ്പസ് വെച്ചു. നമ്മുടെ യുവാക്കൾക്ക് ഇവിടെയും സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളത്തിൽ പഠിക്കാൻ സാധ്യത ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഭരണമുള്ള സമയത്തിൽ ചിലവർ തിരുവനന്തപുരത്തിൽ കഷ്ടകാലം അനുഭവിക്കുന്ന ഒരു സമയം, അവർക്ക് റെയിൽവേ സ്റ്റേഷനുണ്ട്, പക്ഷേ ട്രെയിൻ നിൽക്കുന്നില്ല. പാറശാലയിൽ 27 വർഷങ്ങൾ നിവേദനം ചെയ്തുകൊണ്ടിരുന്ന ചില ട്രെയിൻ സ്റ്റോപ്പേജസിൻ്റെ ആവശ്യങ്ങൾ ആരും അതുവരെ കാണിച്ചിട്ടില്ല. ഞാൻ എൻ്റെ വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ചിട്ട് 6 ട്രെയിനിനെ പാറശാലയിൽ എക്സ്പ്രസ് ട്രെയിനിൽ നിർത്താൻ സാധിച്ചു. അതിൻ്റെ ഒപ്പം 50 രൂപ ചിലവാക്കി 2 മണിക്കൂർ ബസ്സിലിരുന്ന് തിരുവനന്തപുരം വരുന്നവർക്ക് 1 മണിക്കൂറിൽ ആ കാലത്തെ 5 രൂപയ്ക്ക് ട്രെയിനിൽ കയറി 1 മണിക്കൂറിനകത്ത് വരാൻ സാധിക്കുന്നവർക്ക് വലിയ സന്തോഷമായി. കഴക്കൂട്ടം നമ്മുടെ വലിയ ദൂരമല്ലല്ലോ ഇവിടുന്ന്. ഞാൻ വരുമ്പോൾ 17,000 വ്യക്തികളായിരുന്നു കഴക്കൂട്ടത്തെ ടെക്നോ പാർക്കിൽ, 17,500 ടു ബി എക്സാക്ട്. ഞാൻ പല കമ്പനികളെ കൊണ്ടുവരാൻ വേണ്ടി എൻ്റെ സ്വാധീനം, എൻ്റെ അന്താരാഷ്ട്രീയ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് അഭിമാനത്തോടെ പറയാം, ഏൺസ്റ്റ് ഞങ്ങൾ വിടാൻ തീരുമാനിച്ചതായിരുന്നു. അവർ നിർത്തി. ഇപ്പോൾ അവരോട് എക്സ്പാൻഡ് ചെയ്യാനാണ് ആഗ്രഹിച്ചത്. അത് അവർ ചെയ്തിട്ട് ഇവർ സ്വന്തം കെട്ടിടം പിന്നെ അവർക്ക് ജീവനക്കാരുണ്ട് ഇവിടെ. ഒറക്കലിൽ ഞാനാണ് വീഡിയോ കോൺഫറൻസ് ചെയ്തിട്ട് ടെക്നോ പാർക്ക് CEOൻ്റെ അടുത്ത് നിർത്തി തിരുവനന്തപുരത്തെ ഓരോരോ ഗുണം പറഞ്ഞു കൊടുത്തിട്ട് ഒറക്കൽ കമ്പനി ഇവിടെ കൊണ്ടുവന്നത്. നിസാൻ കമ്പനി ഇവിടെ എവിടെയാണ് അവർ IT ഹബിനെ സ്ഥാപിക്കേണ്ടതെന്ന് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തെക്കുറിച്ച് ഞാൻ നമ്മുടെ ടോണി തോമസ് എന്ന് പറഞ്ഞ വ്യക്തിയോടൊപ്പം ബന്ധപ്പെട്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയോടെ അവരുടെ ഗവർണിംഗ് ബോഡിയിൽ ചില ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന തീരുമാനമെടുക്കാൻ പോകുന്ന വ്യക്തികളുണ്ടായിരുന്നു. അവരോട് അവരുടെ ഭാഷയിൽ സംസാരിച്ച് അവരെ സ്വാധീനിച്ച് തിരുവനന്തപുരത്ത് വരാൻ നിർബന്ധിച്ചു.
ഇങ്ങനെയുള്ള കാര്യങ്ങൾ ടെക്നോ പാർട്ടി വലുതാക്കി. അതിനൊപ്പം ട്രെയിൻ സ്റ്റോപ്പേജസ് പോരാ, എല്ലാ ടെക്കീസും പറയുന്നു ട്രെയിനുകൾ ഇവിടെ നിർത്തണമെന്ന്. അവിടെ ഞാൻ പോയി കുറേ വാദിച്ചിട്ട് കുറേ ചർച്ച ചെയ്തിട്ടാണ് അവസാനത്തിൽ ട്രെയിനുകൾ ഇവിടെ സ്റ്റോപ്പേജ് കൊണ്ടുവരാൻ സാധിച്ചത്. അപ്പോഴേക്കും നമ്മുടെ ഭരണമായിരുന്നില്ല, നമ്മൾക്ക് മന്ത്രിമാരെ കണ്ടിട്ട് നിർബന്ധിക്കേണ്ടി വന്നു. അപ്പോൾ പക്ഷെ അത് ചെയ്യാൻ സാധിച്ചു. വേറൊരു ഉദാഹരണമാണെങ്കിൽ നമ്മുടെ ഈ വഴിക്ക് പോകുന്ന 4 വരി ബൈപ്പാസ്, ഇപ്പോൾ നാഷണൽ ഹൈവേ ആയി മാറിയിട്ട് നാഷണൽ ഹൈവേ 66 ഒറിജിനലി അതൊരു ബൈപ്പാസ് റോഡ് ആയിരുന്നു. 40 വർഷം മുമ്പ് പ്രഖ്യാപിച്ച ഒരു പദ്ധതിയായിരുന്നു. 40 വർഷം ആൾക്കാർ ഭൂമിയിൽ പോയി കല്ലിട്ടിട്ട് റോഡ് കെട്ടിയില്ല. അതുകൊണ്ട് ഞാൻ ആദ്യം വരുമ്പോൾ പലവരും എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ നിങ്ങൾ ഒന്നുമില്ലെങ്കിൽ ഈ റോഡിനെ കെട്ടിപ്പിക്കുക, അല്ലെങ്കിൽ ഈ കല്ല് മാറ്റി തരും, റോഡ് വേണ്ട. പക്ഷേ ഞങ്ങളുടെ ഭൂമിയെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ സർക്കാർ കല്ലിട്ട് കാരണം സർക്കാർ എപ്പോഴെങ്കിലും ഭൂമി എടുക്കുമല്ലോ എന്നൊരു വിചാരമുണ്ടാവില്ലേ പറഞ്ഞിട്ട്. അപ്പം ഞാൻ അതിനെ ഒരു വെല്ലുവിളിയായി എടുത്തിട്ട്, ഞങ്ങളുടെ ഭരണമായിരുന്നു ആ കാലത്ത്, നമ്മുടെ ഹൈവേ മിനിസ്റ്ററെ കണ്ട് സംസാരിച്ച്, നാഷണൽ ഹൈവേ ഉദ്യോഗസ്ഥന്മാരെ എൻ്റെ വീട്ടിൽ വിളിച്ച് സ്വാധീനിച്ചിട്ടും അവസാനത്തിൽ പിന്നെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിപ്പിച്ച് ഞങ്ങളുടെ UPA ഭരണം മാറുന്ന മുമ്പ് തന്നെ എല്ലാറ്റിനും യാഥാർത്ഥ്യമാക്കി, സർവേ നടത്തി, ഗസറ്റ് നോട്ടിഫിക്കേഷൻ അടക്കം ഇത് ലാപ്സ് ആവുന്ന മുമ്പ് പ്രിൻറ്റ് ചെയ്യിപ്പിച്ചിട്ട് 2013-14 ഉമ്മൻചാണ്ടി നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ആദ്യത്തെ ചെക്ക് മാറി കേന്ദ്രം ഈ ഭൂമി മേടിച്ചെടുത്തു. അങ്ങനെയാണ് നമ്മുടെ ബൈപ്പാസ് റോഡ് കെട്ടാൻ സാധിച്ചത്. ഇതിലെല്ലാത്തിലും കേന്ദ്ര ഭരണം എൻ്റെ പാർട്ടി ആയതിൻ്റെ കാരണം കുറച്ചും കൂടി എളുപ്പമായിരുന്നു. പക്ഷേ ഭരണമില്ലാത്ത സമയത്തും കൂടി നമുക്ക് വ്യക്തിബന്ധങ്ങളെ ഉപയോഗിച്ച് നമുക്ക് കാര്യങ്ങൾ സാധിക്കാൻ സാധിക്കണം. ഞാൻ നമ്മുടെ തീരദേശത്തെ ഓരോ കാര്യങ്ങളെ ചിന്തിക്കുമ്പോൾ 15 വർഷത്തിൽ ഒരു 12 വർഷം ഞാൻ പാർലമെൻറ്റ് അകത്തും വെളിയിലും സംസാരിച്ച് നടക്കുന്ന ഒരു കാര്യമാണ് കടലാക്രമണം. കടലാക്രമണം വന്നിട്ട് നമ്മുടെ ഇറോഷൻ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തീരദേശത്തിൽ. അതിൻ്റെ ഒപ്പം പല മത്സ്യത്തൊഴിലാളികളുടെ വീടുകൾ സമുദ്രത്തിൽ വീണ് പോയിട്ടുണ്ട്. പലരുടെയും ജോലിയും വരുമാനവും ഒക്കെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരെ താമസിക്കുന്ന സ്ഥിതി തന്നെ ദയനീയ അവസ്ഥയിലായിട്ടുണ്ട്. പുളിമുട്ട് കെട്ടാൻ വലിയ എക്സ്പെൻസീവ് പ്രോപ്പോസിഷനാണ്. പക്ഷേ പുളിമുട്ട് കെട്ടണം അത്യാവശ്യമാണെന്ന് ഞാൻ കുറേ വർഷങ്ങളായി പറയുന്നു. ബുദ്ധിമുട്ട് എന്താണ്? ഞാൻ കേന്ദ്രത്തിൽ പോയി ഈ ആവശ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ കേന്ദ്രം പറയുന്നു ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല, ഇത് സംസ്ഥാന സർക്കാരിൻ്റെയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് വന്ന് ഇത് ആവശ്യപ്പെടുമ്പോൾ അവർ പറയുന്നു ഞങ്ങൾക്ക് കാശില്ല. ഞാൻ ഒരു ഉദാഹരണം പറയുന്നത്, പൊയ്യൂർ ഗ്രാമത്തിൽ എനിക്ക് ആകെ ഈ കോവിഡ് ബന്ധപ്പെട്ട കാര്യം എല്ലാം ക്യാൻസലായി പോയ ശേഷം കൂടുതൽ പൈസ ഉണ്ടായിരുന്നില്ല MP ഫണ്ടിൽ. അപ്പോൾ അവസാനത്തെ 2 വർഷത്തെ ഫണ്ട് കിട്ടിയപ്പോൾ ഞാൻ 1.5 കോടി തീരദേശത്ത് 3 ഗ്രാമത്തിൽ പുളിമുട്ട് കെട്ടാൻ വേണ്ടി കൊടുത്തു. 1.5 കോടിക്ക് ഒരു കുറച്ച് 300-400 മീറ്ററേ കിട്ടുള്ളൂ. അത് പൊയ്യൂരിൽ 2 ഗ്രാമത്തിലും കൊച്ചുതോപ്പിലും എനിക്ക് സ്ഥാപിക്കാൻ സാധിച്ചു. എൻ്റെ തിരുവനന്തപുരം മണ്ഡലത്തിൽ 64 സ്ക്വയർ കിലോമീറ്ററാണ് ഭാരത് മാതൃ ഭൂമി നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതിനു വേണ്ടി എങ്ങനെയാണ് നമുക്ക് പൈസ കണ്ടുപിടിക്കാൻ സാധിക്കാത്തത് ചോദിക്കുമ്പോൾ സർക്കാരിൻ്റെ മറുപടി എന്താണ്? ഇത് ഷോർ ലൈൻ പ്രൊട്ടക്ഷൻ ഇസ് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. ഇത് സംസ്ഥാന സർക്കാരിന് ഉത്തരവാദിത്തം. അവിടെ പോയി സംസാരിച്ചോളൂ. സംസ്ഥാന സർക്കാരിനോട് പോകുമ്പോൾ അവർ പറയും ഞങ്ങൾക്ക് കാശില്ല. നമ്മൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ നോക്ക് കാശ് ചിലവാക്കിയിട്ട് നമ്മൾ കൊല്ലംകോട് എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട് തീരദേശത്ത്. അവിടെ പോയി നിന്ന് നോക്കിയാൽ തമിഴ്നാടിൻ്റെ എല്ലാ 200 മീറ്ററും പുളിമുട്ടിങ്ങനെ നേരിട്ട് നിൽക്കുന്നുണ്ട് സമുദ്രത്തേക്ക്. അവരുടെ ഭാഗം സംരക്ഷിക്കാൻ സാധിച്ചു. കേരളത്തിന് എന്തുകൊണ്ടാണ് ഇത്ര കഴിവില്ലായ ഒരു സർക്കാർ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ സർക്കാരല്ല, എനിക്ക് അവരെ സ്വാധീനിക്കാനേ സാധിക്കുള്ളൂ. ഞാൻ മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും എന്ന് നിർബന്ധിച്ചിട്ടുണ്ട് ചെയ്യണമെന്ന്. അപ്പോൾ നമ്മളുടെ ചില എതിരാളികൾ വന്നിട്ട് ഞാനൊരു പരിഹാരം കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോൾ അത് അർത്ഥമില്ലാത്തൊരു കാര്യമാണ്. എന്തായിരുന്നു ഈ പരിഹാരം കൊണ്ടുവന്നിരിക്കുന്നത്? ഒരു മന്ത്രിയുടെ ഒരു PS-ൻ്റെ എഴുത്ത്. ആ എഴുത്തിൽ എന്താ എഴുതിയിരിക്കുന്നത്? ഞങ്ങൾ 2 പോയിൻ്റാണ് എഴുതിയിരിക്കുന്നത് എഴുത്തിൽ. ഒന്നിൽ ടെക്നിക്കൽ അസിസ്റ്റൻസ് തരാമെന്ന്. ടെക്നിക്കൽ അസിസ്റ്റൻസ് നമുക്ക് ആവശ്യമില്ല, എല്ലാവർക്കും അറിയാം എന്താ വേണ്ടത്. പുളിമുട്ടാണ്, സീ വാൾസ് ആൻഡ് ഗ്രോയിൻസ് എന്ന് പറയും. ഈ പുളിമുട്ടും ഈ കടൽ ഭിത്തിക്കും കെട്ടാൻ വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല, ടെസ്സി തോമസ് ചെയ്യണ പോലെ കാര്യങ്ങളല്ല. ഇതൊക്കെ എളുപ്പമാണ്, ആർക്കും കെട്ടാൻ. കേന്ദ്രത്തിൻ്റെ ടെക്നിക്കൽ അസിസ്റ്റൻസ് ആവശ്യമില്ല. 2ാമത്തെ പോയിന്റ് പറയുന്നത് എന്താണ്? ഒരു DPR തരാൻ പറഞ്ഞാൽ ഡീറ്റെയിൽ പ്രോജക്റ്റ് പ്രപ്പോസൽ തയ്യാറാക്കാൻ. ഈ വാചകം ലോക്സഭയുടെ അകത്ത് എഴുതിയിട്ടൊരു മന്ത്രി, ഇത് വെറും ഒരു മന്ത്രിയുടെ PS ആണ്, ഒരു മന്ത്രി എനിക്ക് എഴുതി തന്നു കഴിഞ്ഞു 13 മാസം മുമ്പ്. ഞാൻ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ജനങ്ങളോട്. 13 മാസം മുമ്പ് DPR തയ്യാറാക്കാമെന്ന് പറഞ്ഞ കേന്ദ്ര സർക്കാർ 13 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരേ പ്രോമിസ് ചെയ്തിട്ട് അതൊരു പരിഹാരമാണോ? നിങ്ങളോട് ഞാൻ ചോദിക്കുന്നു. DPRൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ സംസ്ഥാന സർക്കാർ അവസാനത്തിൽ നമ്മുടെ പ്രോഡിങ്ങോടെ അവരൊരു പ്രോജക്റ്റ് പ്രപ്പോസൽ ഇറക്കിയിട്ടുണ്ട്. അവർ പറയുന്നു എന്താണ് 346 കോടിയോ എന്താണ് അവരുടെ പ്രോജക്റ്റ് പ്രപ്പോസൽ. അതിലത്തെ 200 കോടി കേന്ദ്രം തരണമെന്നാണ് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ 200 കോടി ഇതുവരെ വന്നിട്ടുണ്ടോ? ഇല്ല. ഈ 200 കോടി അവർ ഒഫീഷ്യൽ ഔപചാരികമായിട്ട് ചോദിച്ചിട്ടുണ്ടോ? അതിനെയും കൂടി തെളിവില്ല.
അപ്പോൾ ഈ രണ്ട് സംസ്ഥാന സർക്കാരും അവർ ഉത്തരവാദിത്തങ്ങൾ പൂർത്തിയാക്കാൻ തയ്യാറല്ലെങ്കിൽ ഏത് എം പിക്ക് എന്താ ചെയ്യാൻ സാധിക്കും എന്നാണ് ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.